വെൽക്കം ടു ലൂക്കച്ചൻ്റെ ലോകം. പാവം ലൂക്കാച്ചൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് മാർച്ച് 19. നീതിമാൻ എന്ന സുശേഷം വിശേഷിപ്പിച്ച നസ്രത്തിലെ വിനീതനായ മരപ്പണിക്കാരനായ വിശുദ്ധ യേശുപിതാവിൻ്റെ തിരുനാൾ ലോകമെമ്പാടും ആഘോഷിക്കുന്നത് ഇന്നാണ്. വിശുദ്ധ യേശുപിതാവിന് ഒത്തിരി വിശേഷണങ്ങളുണ്ട്. തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകൻ, തിരുസഭയുടെ കാവൽക്കാരൻ, മരണാസന്നരുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, മൗനത്തിൻ്റെ പ്രവാചകൻ, കന്യകകളുടെ കാവൽക്കാരൻ. വാക്കുകളെക്കാളൊക്കെ ഉപരിയായിട്ട് പ്രവൃത്തിയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയ മൗനത്തിൻ്റെ പ്രവാചകനായിരുന്നു അദ്ദേഹം. സുവിശേഷങ്ങളിൽ ഒരിടത്ത് പോലും സംസാരിക്കാത്ത എന്നാൽ പ്രവർത്തിച്ച വിശുദ്ധൻ, മൗനത്തിൻ്റെ പ്രവാചകൻ. മൗനത്തിലൂടെയുള്ള ദൈവവിളി, ദി പവർ ഓഫ് സൈലൻസ്. നമ്മൾ പഠിക്കുന്ന ഒരു പ്രോവർബില്ലേ, ടോക്ക് ലെസ് വർക്ക് മോർ. അത് ശരിക്കും ജീവിതത്തിലൂടെ കാണിച്ചു തന്ന വിശുദ്ധനാണ് വിശുദ്ധ യോസേപ്പിതാവ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ യോസേപ്പിതാവ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇടവക ദേവാലയം സെൻറ്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം ചർച്ച് പേരാവൂർ യേശുപിതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. എന്നെ ക്രിസ്തീയ വിശ്വാസത്തിലേക്കും ജീവിതത്തിലേക്കും ഒക്കെ നയിച്ചതിന് ഒരു വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് ദേവാലയം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ മിക്കവരുടെയും പേര് ജോസഫ് എന്നാണ്. ഞാൻ കാണാൻ ഒത്തിരി അധികം ആഗ്രഹിക്കുന്നതും എന്നാൽ കാണാൻ സാധിക്കാത്തതുമായ എൻ്റെ അപ്പച്ചൻ ലേറ്റ് ജോസഫ് നെടുങ്കല്ലേൽ. പിന്നെ എല്ലാ താന്തോന്നിത്തരത്തിനും എല്ലാ കൊള്ളരുതായ്മയ്ക്കും എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ അനിയൻ ഡോക്ടർ അജിത് ജോസഫ് പോൾ. അവൻ്റെ മാമോദിസ പേരും ജോസഫ് എന്നാണ്. പിന്നെ ഞങ്ങളൊക്കെ ബഹുമാനത്തോടെ കാണുന്ന ഞങ്ങളുടെ വലിയേട്ടനായ ജിമ്മി കുഞ്ഞാഞ്ഞ. ജിമ്മി കുഞ്ഞാഞ്ഞയും ജോസഫാണ്. അതുകൂടാതെ ജിയോ ചേട്ടായിയുടെ എൽസ ചേച്ചിയുടെ മോൻ ഡെറിക്ക്, ഇവരൊക്കെ ജോസഫാണ്. പിന്നെ എൻ്റെ ഇച്ചാൻ്റെ കല്യാണം നടക്കാൻ കാരണക്കാരനായ ഞങ്ങളുടെ സ്വന്തം ജോസങ്ങൾ. പിന്നെ ഞങ്ങളുടെ സ്വന്തം വിപിനച്ചാച്ചൻ്റെ മാമോദിസ പേരും ജോസഫ് എന്നാണ്. അതുകൂടാതെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഫാദർ സനു ഔസേപ്പ്. ഇച്ചായന് സനു അച്ഛൻ ഒരു സ്പിരിച്വൽ മെൻറ്ററെ മാതിരിയാണ്. ഇച്ചായൻ എപ്പോഴും പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ സനു അച്ഛൻ്റെ അടുത്താണ്. ലൂക്കാച്ചൻ്റെ ബെസ്റ്റിയായ നൂറുവിൻ്റെ അപ്പാപ്പനും ജോസഫാണ്. ഷോബിത്തേട്ടൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേരും മോൻ്റെ പേരും ജോസഫ് എന്നാണ്. ലൂക്കാച്ചന് വളരെ പ്രിയപ്പെട്ട മിന്നുവിൻ്റെ പപ്പയുടെ പേരും ജോസഫ് എന്നാണ്. പിന്നെ എൻ്റെ അമ്മയുടെ ചേട്ടനായ അപ്പച്ചനങ്കളുടെ പേരും ജോസഫ് എന്നാണ്. ഇവരൊക്കെയാണ് എനിക്കറിയാവുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ജോസഫ്മാർ. പിന്നെ ജോസഫ് എന്ന പേര് കേൾക്കുമ്പം മലയാളികളായ നമ്മുടെ മനസ്സിലോട്ടേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു പേരാണ് ജോസഫ് അനാംകുട്ടി ജോസിൻ്റേത്. ഇച്ചായന് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈറ്ററാണ് അദ്ദേഹം. ഇച്ചായൻ എപ്പോഴും ജോസഫ് അനാംകുട്ടി ജോസിൻ്റെ വ്ലോഗൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ അപ്പോൾ ഇത്രയാണ് എനിക്കറിയാവുന്ന ആൾക്കാർ. ജോസഫ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് യേശുപിതാവിനെ ഇഷ്ടപ്പെടാൻ വേറെ ഒരു കാരണം കൂടിയുണ്ട്. ഞാനിപ്പം ഇവിടെ നിന്ന് ഈ ലൂക്കാച്ചൻ്റെ ലോകം എന്ന് പറഞ്ഞ വ്ലോഗ് എടുക്കണമെങ്കിൽ അത് യേശുപിതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കല്യാണപ്രായം കഴിഞ്ഞിട്ടും കല്യാണമൊന്നും നടക്കാത്തത് കൊണ്ട് എൻ്റെ പപ്പയും അമ്മയാണെങ്കിൽ ഒരു കഠിനമായ തീരുമാനമെടുത്തു. അവരെല്ലാ ബുധനാഴ്ചകളിലും നോമ്പെടുത്ത് പള്ളിയിൽ പോയി കുർബാന കൂടി യേശുപിതാവിൻ്റെ നൊവേന കൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇച്ചാൻ്റെ ആലോചന വരുന്നത്. ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കല്യാണമാണ്. കാരണം ഞാൻ കണ്ണൂരും ഇച്ചാൻ അങ്ങ് കായംകുളം ആണേ. ഞാൻ വിചാരിച്ചേ എന്തായാലും നടക്കത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതാണ് നടന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൂക്കാച്ചനുണ്ടായി. അങ്ങനെ ലൂക്കാച്ചൻ്റെ ഈ കുഞ്ഞു ലോകം ഉണ്ടായി.
സോ യൗസപിതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ കല്യാണം നടന്നത്. ഞാനും ഇച്ചായനും ആദ്യമായിട്ട് നേരിൽ കാണുന്നതും യൗസപിതാവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. ഞങ്ങൾ പള്ളി വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. സോ അങ്ങനെ അതൊക്കെ കാരണം യൗസപിതാവ് എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിശുദ്ധനാണ്. കഴിഞ്ഞ ഞായറാഴ്ച മാർച്ച് 15-ന് ഞങ്ങളുടെ റോമിലെ ബെസിലിക്ക ദി സാൻ ജവാനി ബത്തിസ്ത ദെ ഫിറന്തീനി ദേവാലയത്തിൽ കൊച്ചി രൂപതാംഗങ്ങളുടെ നേതൃത്വത്തിൽ വളരെ ആഘോഷപരമായിട്ട് വിശുദ്ധ യേശുപിതാവിൻ്റെ തിരുനാൾ ഞങ്ങൾ ആഘോഷിച്ചു. നമുക്കൊന്ന് കണ്ടാലോ ഞങ്ങളെങ്ങനെയാണ് തിരുനാൾ ആഘോഷിച്ചതെന്ന്. നീതിമാനായ യൗസേപ്പിതാവേ, നീതിയിൽ ഞങ്ങളെ വളർത്തണമേ. നീതിമാനായ യൗസേപ്പിതാവേ, കുടുംബത്തിൻ നാഥനാം പുണ്യവാനേ, അമ്മയ്ക്കും ഈശോയ്ക്കും തണലായ താതാ, നിത്യവും ഞങ്ങൾക്ക് തുണയാകണേ. നീതിമാനായ യൗസേപ്പിതാവേ, കുടുംബത്തിൻ നാഥനാം പുണ്യവാനേ, അമ്മയ്ക്കും ഈശോയ്ക്കും തണലായ താതാ, നിത്യവും ഞങ്ങൾക്ക് തുണയാകണേ. തിരുക്കുടുംബത്തിൻ്റെ പാലകനേ, തിരുസഭയുടെ സൽപിതാവേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. കേഴുന്നു മക്കൾ തിരുസവിധേ. ക്ലേശത്താൽ അലയുമ്പോൾ, രോഗത്താൽ നീറുമ്പോൾ, ആശ്വാസദായകനായി വന്നിടണേ. ക്ലേശത്താൽ അലയുമ്പോൾ, രോഗത്താൽ നീറുമ്പോൾ, ആശ്വാസദായകനായി വന്നിടണേ. വിശ്വാസം ജീവിത മാർഗമായി മാറ്റിയ വിനയത്തിൻ മാതൃകയാം പുണ്യവാനേ, വിശ്വാസം ജീവിത മാർഗമായി മാറ്റിയ വിനയത്തിൻ മാതൃകയാം പുണ്യവാനേ. നീതിമാനേ, നിന്റെ കൂടെ ദൈവകാരുണ്യം വാഴ്ത്തുമ്പോൾ, എൻ്റെ കുടുംബവും പാവനമായിടും. നീതിമാനായ യൗസേപ്പിതാവേ, കുടുംബത്തിൻ നാഥനാം പുണ്യവാനേ, അമ്മയ്ക്കും ഈശോയ്ക്കും തണലായ താതാ, നിത്യവും ഞങ്ങൾക്ക് തുണയാകണേ.
അധ്വാന ഭാരത്താൽ തളരുന്ന മർത്യരിൽ താങ്ങായി തണലായി വന്നിടണേ. അധ്വാന ഭാരത്താൽ തളരുന്ന മർത്യരിൽ താങ്ങായി തണലായി വന്നിടണേ. ഈ ലോക ജീവിതം സ്വർഗീയമാക്കുവാൻ മാധ്യസ്ഥ്യമേകണേ പുണ്യവാനേ. ഈ ലോക ജീവിതം സ്വർഗീയമാക്കുവാൻ മാധ്യസ്ഥ്യമേകണേ പുണ്യവാനേ. നീതിമാനേ നിന്റെ കൂടെ ദൈവകാരുണ്യം വാഴ്ത്തുമ്പോ എൻ്റെ കുടുംബവും പാവനമായിടും. നീതിമാനായ യൗസേപ്പ് പിതാവേ, കുടുംബത്തിൻ നാഥനാം പുണ്യവാനേ, അമ്മയ്ക്കും ഈശോയ്ക്കും തണലായ താതാ നിത്യ. നമ്മുടെ കേരളത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊച്ചി രൂപതയിലെ കണ്ണമാലിയിലുള്ള വിശുദ്ധ സെൻറ്റ് ആൻ്റണീസിൻ്റെ ചർച്ച്. ഇതാണ് ആ പള്ളി. ഇവിടെയുള്ള ഈ ഔസേപ്പിതാവിൻ്റെ തിരുസ്വരൂപം 1905 സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ മാർച്ച് 19 എല്ലാ വർഷവും നടക്കുന്ന ഔസേപ്പിതാവിൻ്റെ ഊട്ടുസദ്യ വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. 1905 കോളറ എന്ന പകർച്ചവ്യാധി മൂലം കണ്ണമാലിയിൽ ഒത്തിരി പേര് മരണമടഞ്ഞു. അതിൽ മനം നൊന്ത് അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് സ്വാരസ് ചിറമേൽ തൻ്റെ ശേഷിച്ച ഇടവക്കാരോട് പിറ്റേ ദിവസം നടക്കുന്ന ഔസേപ്പിതാവിൻ്റെ തിരുനാളിന് നിങ്ങൾ ഉച്ചഭക്ഷണവുമായിട്ട് വരിക എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവരും കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നു. അച്ഛൻ ഭക്ഷണം ആശീർവദിച്ച ശേഷം ആദ്യം അച്ഛൻ ഭക്ഷണം കഴിച്ച് എല്ലാവരെയും ധൈര്യപ്പെടുത്തി. അതിനുശേഷം ഇടവകക്കാർ കഴിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് ഭക്ഷണം കഴിച്ച ആരെയും കോളറ പിടിപെട്ടില്ല. ഇതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് എല്ലാ വർഷവും മാർച്ച് 19 ഔസേപ്പിതാവിൻ്റെ ഊട്ട് തിരുനാൾ നടത്തുന്നത്. ഞങ്ങളുടെ റൂമിലും നടത്തി കേട്ടോ. മാർച്ച് 15 ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം കണ്ണമാലിയിൽ നടത്തുന്നതും പോലെ ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്ത് ആദ്യം അവർക്ക് ഭക്ഷണം കൊടുത്തു. അതിനുശേഷം പോൾ അച്ഛൻ, ഞങ്ങളുടെ വികാരിയായ പോൾ സണ്ണി അച്ഛൻ, ബാക്കി ഉള്ളവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം ആശീർവദിച്ചു. ഇതിലിരിക്കുന്നത് ലൂക്കാച്ചൻ്റെ ബെസ്റ്റിയായ നോറൂടെ അപ്പാപ്പനാണ് കേട്ടോ. നീതിമാനായ യൗസേപ്പ് പിതാവേ, നീതിയിൽ ഞങ്ങളെ വളർത്തണമേ. നീതിമാനായ യൗസേപ്പ് പിതാവേ, നീതിയിൽ ഞങ്ങളെ വളർത്തണമേ. യൗസേപ്പ് പിതാവേ, കുടുംബത്തിൻ നാഥനാം പുണ്യവാനേ, അമ്മയ്ക്കും ഈശോയ്ക്കും തണലായ താതാ നിത്യവും ഞങ്ങൾക്ക് തുണയാകണേ. നീതിമാനായ യൗസേപ്പ് പിതാവേ, കുടുംബത്തിൻ നാഥനാം പുണ്യവാനേ, അമ്മയ്ക്കും ഈശോയ്ക്കും തണലായ
താതാ നിത്യവും ഞങ്ങൾക്ക് തുണയാകണേ. തിരുക്കുടുംബത്തിൻ്റെ പാലകനേ, തിരുസഭയുടെ സൽപിതാവേ, ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിക്കണേ. കേഴുന്നു Bye-bye from Lucacena Logam.